ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയാഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും ആമേൻ അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ ആരംഭ ദിവസത്തിൽ തന്നെ ആമേൻ നമ്മളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം പോറ്റി പുലർത്തി സംരക്ഷിച്ച് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് ഇന്ന് പകലിലും ദൈവത്തിന്റെ വചനത്തെ ആമേൻ ആ അത്ഭുതമേറിയ ശുശ്രൂഷയിൽ പങ്കാളിയാക്കി തീർക്കുവാൻ സ്വർഗം സഹായിച്ച വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. വിലപിക്കരുത്, കരയരുത്, ദുഃഖിക്കരുത്. വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ ദുഃഖം ഒന്നിനും ഒരു പരിഹാരമല്ല, സന്തോഷം അത് വലിയ വലിയ പരിഹാരമാണ്. ദുഃഖം ഒരു പരിഹാരമല്ല, സന്തോഷം നമുക്ക് അനേകം അത്ഭുതങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആമേൻ സന്ദർഭങ്ങളാക്കി ദൈവം മാറ്റും. ആമേൻ യേശുവിന്റെ നാമത്തിൽ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും അറിയിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്നവരെ ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷ, ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ എന്നെയും ദൈവം കൃപ ഒരുക്കിയതിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് നേരിട്ട് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അവൻ ഈ ദിവസങ്ങളിൽ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതത്തിന്റെ സന്ദേശങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഇന്ന് പകലിൽ കൊണ്ടുവരട്ടെ. അവൻ ബൈബിളിൽ ഓരോ കഥാപാത്രങ്ങളെ ഈ ആഴ്ച ഞാൻ വെളിപ്പെടുത്തുമ്പോൾ അവരെയൊക്കെ അത്ഭുതമാക്കിയ ദൈവം നിങ്ങളെയും എന്നെയും ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. അബ്രാമിനെ അബ്രഹാമാക്കിയ ദൈവം, അവനെ അത്ഭുതമാക്കിയ ദൈവം, അബ്രാം എന്നായിരുന്നു അവന്റെ പേര്. അവനെ അബ്രഹാമാക്കി, അവൻ ദൈവത്തിന്റെ അത്ഭുതമാക്കി ദൈവം അവനെ മാറ്റുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ഇതാ, നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പുറപ്പെടുക. എന്തിന്? നിന്നെ എനിക്കൊരു അത്ഭുതമാക്കി മാറ്റണം. അവൻ ഇന്നലകളിൽ അവൻ മിഥ്യാമൂർത്തികളെ ആരാധിച്ച്, വിഗ്രഹങ്ങളെ ആരാധിച്ച് അവരുടെ മുമ്പിൽ സേവ ചെയ്ത നിന്നെ ആ കൂട്ടത്തിൽ നിന്ന് പിഴുതെടുത്ത് എന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കിയിട്ടുണ്ടെങ്കിൽ അബ്രാമേ, നിന്നെ അബ്രഹാമാക്കി മാറ്റും. അവൻ സാറയാക്കി മാറ്റും. നിങ്ങളെ ഞാൻ ദേശങ്ങൾക്കും അനേക പേർക്കും ഒരു അനുഗ്രഹവും സമാധാനവും അതിശയവും അത്ഭുതമാക്കി മാറ്റും. അബ്രഹാമിന്റെ ജീവിതം പുനഃപരിശോധിച്ച ദൈവം പറഞ്ഞ 3 കാര്യങ്ങൾ അവൻ ചെയ്തപ്പോൾ ദൈവം 3 കാര്യങ്ങൾ അവനെ കൊടുത്ത് അവനെ അനുഗ്രഹിക്കുക മാത്രമല്ല അവനെ അനുഗ്രഹമാക്കി മാറ്റി. ഇന്ന് ലോകത്തിൽ 820 കോടി ജനമുണ്ട്. ഈ 820 കോടി ജനവും അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ പുറത്തു വന്നതാണ്. കടലിലെ മണൽത്തരികളെ പോലെ, ആകാശത്തിലെ പറവകളെ പോലെ അവനും ദൈവം മക്കളെ കൊടുത്ത, അവൻ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ അബ്രാമിനെ അബ്രഹാമാക്കി ദൈവം അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ ആമേൻ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ ആരെങ്കിലൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആർക്കും ഒരു ശാപമല്ല, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അതിശയമാണ്, നീ ഒരു അത്ഭുതമാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ചു പറ. വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറ. നെഗറ്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക. ആമേൻ. ആമേൻ. നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന വ്യക്തികളുമായി കൂട്ടുകൂടരുത്. അവൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വ്യക്തിയുമായിട്ട് നീ കൂട്ടുകൂടരുത്. നിന്നെ ഉത്സാഹിപ്പിക്കുന്ന, വചനത്തിൽ ഉറപ്പിക്കുന്ന, നിന്നെ അത്ഭുതമാക്കി മാറ്റുന്ന ആ തിരുവചനത്തിന്റെ ആമേൻ അതിൽ ശരണപ്പെടുന്ന ഒരു ദൈവവൈദ്യനായി മാറിയാൽ അബ്രാമിനെ അബ്രഹാമാക്കി മാറ്റിയ അതേ ദൈവം നിന്നെയും ഒരു അത്ഭുതമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.